പുതിയ മാർപ്പാപ്പ കത്തോലിക്ക സഭയുടെ പുതിയ ഇടയൻ ഈ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ 267ാമത് മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ലിയോ 14 ഇപ്പോൾ വത്തിക്കാൻ കൊട്ടാരത്തിന്റെ ബാൽക്കണിയിലൂടെ പുറത്തേക്ക് ആളുകളെ നോക്കി കൈവീശുകയാണ്. വത്തിക്കാന്റെ ചരിത്രത്തിൽ ഒരു അമേരിക്കൻ ഇടം പിടിച്ചിരിക്കുന്നു. മിതവാദിയെന്നോ തീവ്രവാദിയെന്നോ ഒന്നും വിശേഷിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ ആളുകൾക്ക് ഒട്ടൊന്ന് അപരിചിതനായ ഒരു കർദിനാൾ അദ്ദേഹം കത്തോലിക്ക സഭയുടെ ചരിത്രത്തിലേക്ക് നടന്നു കയറുക കൂടിയാണ്. വലിയ പ്രതിസന്ധിയുടെ സമയത്ത് കത്തോലിക്ക സഭയെ നയിക്കാൻ ഇത് അമേരിക്കയിൽ നിന്ന് തന്നെ ഒരാളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇദ്ദേഹത്തിന് ഈ കോൺക്ലേവിൽ കർദിനാൾമാരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി പരസ്പരം അറിയാത്ത ഒരു സംഘത്തിൽ നിന്ന് ഒരു നേതാവിനെ തങ്ങളുടെ കത്തോലിക്ക സഭയെ നയിക്കാനുള്ള ഒരു നേതാവിനെ എങ്ങനെ തെരഞ്ഞെടുക്കും എന്നതായിരുന്നു ഏറ്റവും വലിയ ഒരു ആശങ്കയായി ഉയർത്തുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും ഇതിൽ ഒരു സമവായം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായ ഒരു സമവായം ഉണ്ടായിരിക്കുന്നു. കാരണം ചരിത്രത്തിൽ ആദ്യമായി യാഥാസ്ഥിതികൾക്ക്, അതായത് പാരമ്പര്യവാദികൾക്ക് ഭൂരിപക്ഷമില്ലാത്ത ഒരു കോൺക്ലേവ് ആയിരുന്നു. അതും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ചിതറിക്കിടക്കുന്ന രീതിയിൽ വോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. എന്നാൽ ഈ പട്ടികയിൽ ഒരു അമേരിക്കക്കാരൻ സാധ്യതാ പട്ടികയിൽ ഇടം പിടിച്ചു. പക്ഷേ ആ സാധ്യതാ പട്ടികയിൽ നിലനിൽക്കുമ്പോഴും അദ്ദേഹം ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു 3-ാം ദിവസത്തിന് ശേഷം പ്രത്യക്ഷപ്പെടും എന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ പോയിരുന്നത്. 2 പേരായിരുന്നു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ ഉണ്ടായിരുന്നത്. അതിലൊന്ന് ബിസബല്ലായിരുന്നു, മറ്റൊരാളായിരുന്നു ഈ അമേരിക്കൻ കർദിനാൾ. ഇപ്പോൾ ഈ ലൂയി 14 പേര് സ്വീകരിച്ചിരിക്കുന്ന ഈ അമേരിക്കയിൽ നിന്നുള്ള കർദിനാൾ അദ്ദേഹം സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ട് അതുപോലെ തന്നെ ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥികളിൽ ഒരു 2ാമൻ എന്ന പദം മാത്രം വഹിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ കൃത്യമായ നിലയിൽ തന്നെ മാർപ്പാപ്പ സ്ഥാനത്തേക്ക് കയറി വരികയും ചെയ്തു.